എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വിച്ചേഴ്സ് ഫോറസ്റ്റിലുള്ള മാജിക് സ്റ്റോണിന് വേണ്ടി ഐ ഓഫ് ദ മിനിറ്റ്സ് ആണ് അവിടെ ആക്രമിക്കുന്നതാണ്. ഇതേസമയം അവിടെയുള്ള രാജ്ഞിയുടെ ജീവരഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഡയമണ്ട് കിണ്ടത്തിലെ ആർമിയോ അങ്ങോട്ട് വരുന്നു. ഇത് കണ്ട് ഡയമണ്ട് ആർമിയിലെ മുൻ ഓഫീസറായിരുന്ന ഫാൻസിൽ അവരെ നേരിടാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ലാൻഡ്രോസ് തന്റെ മില്യൺ ലേസേഴ്സ് എന്ന മാജിക് ഉപയോഗിച്ച് അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നത്. ലാൻഡ്രോസ് വേണ്ട, ഞാൻ നിന്റെ കാൽ പിടിക്കാം, അവളെ വെറുതെ വിട്ടേക്ക്. പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടൊരാൾ വരുന്നത്. എന്റെ പവർ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെയല്ലേ നിങ്ങൾ എന്നെ പഠിപ്പിച്ചേ? സോ ലാൻഡ്രോസിന്റെ പവേഴ്സിനെ ഇല്ലാതാക്കാൻ തന്നെ കൊണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ സമയത്തായിരുന്നു മോറിസ് അങ്ങോട്ട് വന്നിരുന്നത്. അവനെ ഇല്ലാതാക്കാൻ എന്റെ കയ്യിൽ ഒരു മാർഗമുണ്ട് എന്ന് മോറിസ് അവനോട് പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് കാടിന്റെ മറ്റൊരു ഭാഗത്തേട്ട് അവനെ അടിച്ചങ്ങ് തീർപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ആസ്തേനെയാണ്. ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിച്ച് ഫാനയോട് തോറ്റു തരാൻ പറയുവാണ് ആസ്ത. മനുഷ്യരെപ്പോഴും വളരെ വൃത്തികെട്ടവരാണ്, ഒരു ഫ്രണ്ടിനെ പോലെ നീ എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഫാന തന്റെ പവേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഇതേ സമയമാണ് മോറിസും ഫാൻസിലും അങ്ങോട്ട് വരുന്നത്. അവരതാ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഫാൻസിൽ അങ്ങോട്ട് നോക്കുന്ന സമയത്താണ് സലമാൻഡർ എന്ന സ്പിരിറ്റിന്റെ പവർ ആണ് അതെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഇല്ല, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആസ്തയ്ക്ക് ലാൻഡ്രോസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സലമാൻഡറിനെ നോക്കി നിൽക്കുവാണ് ഫാൻസിൽ. അപ്പോഴാണ് അവരുടെ പുറകിലൂടെ ലാൻഡ്രോസ് വരുന്നത്. ഹേയ്, എങ്ങോട്ടാ നിങ്ങൾ ഈ പോകുന്നേ? നിങ്ങളുടെ കയ്യിലുള്ള ഈ ചെറിയ മാജിക് കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരുന്ന നിങ്ങളെ കൊണ്ട് എങ്ങനെ വിജയിക്കാൻ സാധിക്കും? ശരി, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. മില്യൺ ലേസേഴ്സ് എന്ന് പറഞ്ഞ് ലാൻഡ്രോസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അവർ, ഹേ ആസ്ത, ഹേ സെൽ, നിങ്ങളോ? നിങ്ങൾ എന്താ ഇവന്റെ കൂടെ? ഇത് കണ്ട് ഫാന പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ്, അത് ഇങ്ങോട്ട് തിരിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഓക്കെ എന്ന് പറഞ്ഞ് തന്റെ ആന്റി മാജിക് സോഡ് ഉപയോഗിച്ച് ആ തീ ഗോൾ അവർക്ക് നേരെ പറഞ്ഞു വിടുവാണ് ആസ്ത. പെട്ടെന്നാണ് ഫാൻസിൽ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് ആ തീ ഗോളത്തെ ദിശ മാറ്റി വിടുന്നത്. ഹേയ് ഇല്ല, ഇത് വളരെയധികം വലുതാണല്ലോ. സോ ലാൻഡ്രോസിനെ ഇല്ലാതാക്കണമെങ്കിൽ ആന്റി മാജിക്കോ സ്പിരിറ്റ് മാജിക്കോ ആവശ്യമാണ്. എന്നാൽ ഫാൻസിന്റെ കറക്റ്റ് സമയത്തെ ഇടപെടൽ കാരണം ഫാനയുടെ സ്പിരിറ്റ് മാജിക് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അതിനെക്കൊണ്ട് അലറുന്ന ലാൻഡ്രോസ് അവിടെ നിന്നും താഴെ വീഴുന്നു. യെസ്, അത് വർക്കായി എന്ന് പറയാണ് ഫാൻസിൽ. ഹേയ്, എന്താ ഇവിടെ നടക്കുന്നേ? എന്താ താഴെ വീണേ? നീ എന്തായാലും നന്നായി ചെയ്തു ആസ്ത. നീ ഇപ്പോ കൂടുതൽ സ്ട്രോങ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ പിന്നെ ഇവൻ വൃത്തികെട്ടവനാ. നിങ്ങളെന്താ ഇവന്റെ കൂടെ എന്ന് വിളിച്ച് ചോദിക്കുകയാണ് ആസ്ത. അപ്പോഴാണ് മോറിസ് അവനെ തന്നെ നോക്കുന്നത്. ഇത് കണ്ട് ആസ്ത ഒന്ന് പകച്ചു പോകുന്നു. ആസ്ത, അതല്ലേ നിന്റെ പേര്? ഞാൻ നിന്റെ ശത്രു ഒന്നുമല്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം. നിന്നെ പോലെ വൃത്തികെട്ട മോന്തയുള്ളവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ പേര് മാർക്സ് എന്നാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇത് കേട്ട് ആസ്തയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം എന്ന് ഫാൻസിൽ അവനോട് പറയുന്നു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഫയർ സ്പിരിറ്റിനെ അവർ നോക്കുന്നത്. സലമാൻഡർ എന്ന ഫയർ സ്പിരിറ്റ്, ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് ഒരുപാട് വീക്ക് ആണെന്ന് തോന്നുന്നു, പക്ഷെ അതിന്റെ കയ്യിലെ മാജിക് അത് വളരെ പവർഫുള്ളാ. എന്നാ ആ ഫ്ലെയിം അത് എന്റെ കയ്യിലുള്ളത് പോലെ തന്നെ ഉണ്ടല്ലോ. ഫാന. സോ ഫാനയെ കണ്ട മോറിസ് പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഹേയ് മോറിസ്, ട്രെയിനിങ് വളരെയധികം പെയിൻഫുൾ ആയിരുന്നോ? ഇല്ല, അത് കുഴപ്പമില്ല. സിറ്റുവേഷൻ വളരെയധികം മോശമാണെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുഖം ഓർത്താ മതി. നമ്മൾ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുഖമോ? പെട്ടെന്ന് എന്റെ മൈൻഡിലോട്ട് ഓർമ്മ വന്നത് നിന്റെ മുഖമായിരുന്നു ഫാന. ഒരിക്കൽ നമ്മൾ ഈ രാജ്യം സംരക്ഷിക്കാൻ മാത്രം ശക്തരായി മാറുമ്പോ നമുക്ക് ഇവിടെ നിന്നും പുറത്തു പോണം. ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് നീ ആയതുകൊണ്ട് ഒരുപക്ഷെ നീ ആയിരിക്കും ഇവിടെ നിന്നും ആദ്യം പുറത്തു പോകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും ഫാന. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പുറം ലോകം കാണാൻ പോകാം. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ടെസ്റ്റ്, മരണവുമായിട്ടുള്ള ഫൈറ്റ്. ഇവിടെ നിന്നും സർവൈവ് ആവുന്ന ഒരാൾക്ക് മാത്രമേ ഒരു മാച്ച് ആയിട്ട് ഇവിടെ നിന്നും പുറത്തു പോകാൻ സാധിക്കൂ. ആരെങ്കിലും ഇതിനെ എതിർത്താൽ അവർക്ക് പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. സോ എല്ലാവരുടെയും ലക്ഷ്യം അവിടെ നിന്നും പുറത്തു പോകണമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും പരസ്പരം അടികൂടാൻ ആരംഭിക്കുന്നു. അവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് മോറിസ് ആയതുകൊണ്ട് അവൻ എല്ലാവരെയും അടിച്ച് താഴെ ഇടുന്നു. മോറിസ്, ഐ ആം സോറി, ഇതല്ലാതെ വേറെ വഴിയില്ല, ദയവ് ചെയ്ത് മരിക്ക് എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്ന് അവൻ പോലും അറിയാതെ അവന്റെ ബോഡി അതിനെ റിയാക്ട് ചെയ്യുന്നു. അവന്റെ മുമ്പിൽ വെച്ച് അവൻ അവളെ കൊല്ലുന്നു. എന്തിന് ഫാന? എന്നോട് ക്ഷമിക്കും മോറിസ്, എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി നീ ഇവിടെ നിന്നും പുറത്തു പോണം എന്ന് പറഞ്ഞ് താഴെ വീഴുവാണ് ഫാന. അന്ന് എന്റെ കൈ കൊണ്ട് ഞാൻ ഇവളെ കൊന്നതല്ലേ, പിന്നെ എങ്ങനെയാ ഇവൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നേ? ഫാന എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തോട്ട് ഓടുവാണ് മോറിസ്. പെട്ടെന്ന് തന്നെ ആസ്ത അവനെ പിടിക്കുന്നു. ഏയ്, ഇത് ഞാനാ. നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ? ഇത് ഞാനാ.
ഹേയ് വേണ്ട നിൽക്ക്, നീ അവളുടെ അടുത്തോട്ട് പോയാ നീ മരിക്കും. ഹേയ് ഫാന, കമോൺ എന്നോട് സംസാരിക്ക്, ഇത് ഞാനാ. ഹേയ് ഫാന എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് മോറിസ്. ഫാന, എനിക്ക് ഓർമ്മയുണ്ട്, അവളും എന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ അവിടെ നിന്നും പോയതിനു ശേഷം ആ എക്സ്പെരിമെന്റിൽ മോറിസ് അവളെ കൊന്നുവെന്നാ ഞാൻ കേട്ടത്. ഹേയ് ഫാന, ഹേയ് മിണ്ടാണ്ടിരിക്കുക, നീ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഫാന അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാ ആസ്ത അത് തടയുന്നു. ശരിക്കും ഇത് ഫാനയാണോ? അതെ, ഇത് അവള് തന്നെയാ. പക്ഷേ ഇത് ട്രാൻസ്ഫോർമേഷൻ മാജിക് ആണോ? ആ കണ്ണ് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പവർ പുറത്തു വിടുന്നുണ്ട്. ഒരു പക്ഷേ അത് വേറെ ആരുടെയെങ്കിലും സ്പെല്ലായിരിക്കോ? അങ്ങനെയെങ്കിൽ ദ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ അവളെ കൺട്രോൾ ചെയ്യുവാണോ? എന്താ ഇത്? എന്റെ തല! ഹേയ് ഫാന, എന്തു പറ്റി? എന്തിനാ എല്ലാവരും എന്റെ വഴിയിൽ വരുന്നേ? എനിക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി അവൾ പുറത്തു വിടുന്നു. എന്താ അത്? എന്ത്? വീണ്ടും സെൽഫ് ഡിസ്ട്രാക്ട് മാജിക്കോ? നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയും. ഈ ടെമ്പിളിനെയും ഇവിടെയുള്ള എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. ഓ നോ, ഇവർക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? ഇവരൊക്കെ ഇത് വരുമ്പോ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണോ വരുന്നേ? ഇല്ല, ഇത് നല്ലതിനല്ല. അല്പസമയത്തിനുള്ളിൽ പ്രദേശം മുഴുവൻ ഇല്ലാണ്ടാവാൻ പോവാ. എല്ലാം എനിക്ക് ഇല്ലാതാക്കണം. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഫാൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. തന്റെ അടുത്തോട്ട് വരുന്നതെല്ലാം ആസ്ത തടയുന്ന സമയത്ത് മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുവാണ് നോയൽ. ഹേയ് മോറിസ്, മാറി നിൽക്ക് എന്ന് ഫാൻസിൽ വിളിച്ചു പറയുന്ന സമയത്താണ് മോറിസ് ഒരു കൂസലും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുന്നത്. ഹേയ്, നീ എന്തേ കാണിക്കുന്നേ? നിന്റെ മാജിക് യൂസ് ചെയ്ത് അത് തടയാൻ നോക്ക്. ഇല്ല മാസ്റ്റർ, അത് തടയാനുള്ള അവകാശം എനിക്കില്ല. ഞാൻ ഫാനയെ കൊന്നു. ഇനി അവളുടെ അവസരമാണ്. അവൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ. ഡേയ്, നീ മണ്ടനാണോ? നിനക്ക് മരിക്കണോ? എനിക്ക് അവളെ പറ്റി കൂടുതലായിട്ട് ഒന്നും അറിയില്ലെങ്കിലും ഹൈ ഓഫ് ദ മിഡ്നൈറ്റ് സൺ എന്ന ഒരു ടെറർ ഗ്രൂപ്പിന്റെ പ്രധാന മെമ്പറാണ് അവൾ. അങ്ങനെയുള്ള അവളാണോ നിന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നേ? നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക, അവൾക്ക് 3 കണ്ണുകളുണ്ട്. ഇത് കേട്ട് ടെൻഷനായ മോറിസ്, ഞാൻ ഒരിക്കലും അവളെ തെറ്റിദ്ധരിക്കില്ല. എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് അവൾ. മറ്റാരെക്കാളും അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കേട്ട് ആസ്ത യൂനോയെയും മറ്റു കുട്ടികളെയും ആലോചിക്കുന്നു. ശരിയാ, അവൾ നിനക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നീ മരിക്കേണ്ട സമയം ഇതല്ല. ഇപ്പൊ നീ അവളെ രക്ഷിക്കാനാണ് നോക്കേണ്ടത്. നീ പറഞ്ഞത് ശരിയാ. ഐ ആം സോറി. ആസ്ത എന്നോട് മാത്രമല്ല, അവനേക്കാൾ എത്രയോ പവർഫുൾ ആയിട്ടുള്ളവരോട് പോലും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. കുഴപ്പമില്ല മോറിസ്, നിനക്ക് അവളെ രക്ഷിക്കാൻ സാധിക്കും. ഫിൻഡലിന്റെ സ്പെഷ്യൽ മാജിക്കും എന്റെ ത്രെഡ് മാജിക്കും അവളുടെ ആ ഫയറിനെതിരെ പിടിച്ചു നിൽക്കുന്നില്ല. നോയലിന്റെ വാട്ടർ മാജിക് ഉപയോഗിച്ച് നമ്മൾ അത് തടയാൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ പൊട്ടിത്തെറിച്ചേക്കാം. എനിക്കറിയാം, ഇനി ആസ്തയുടെ ആന്റി മാജിക് സോഡിനെ കൊണ്ട് മാത്രമേ അത് തടയാൻ സാധിക്കൂ. ശരി, ഞാൻ തയ്യാറാണ്. അന്ന് അവനോട് ഞാൻ പോരാടിയപ്പോ എനിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എന്റെ പവർ ഉപയോഗിച്ച് അവനെ എതിർക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അന്ന് ഞാൻ അവളെ കൊന്നു. എന്നാ ഇപ്രാവശ്യം അങ്ങനെ നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നവർ രണ്ടുപേരും വിളിച്ചു പറയുന്നു. പെട്ടെന്നാണ് ആസ്തയും മോറിസും അവൾക്ക് നേരെ ഓടുന്നത്. വെറുതെ എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞ് ഫാനയെ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആസ്ത തന്റെ ആന്റി മാജിക് സോഡ് ഉപയോഗിച്ച് തടയുന്ന സമയത്ത് മോറിസ് തന്റെ മിനറൽ മാജിക്കും ഉപയോഗിക്കുന്നു. സോ അവളെ എതിർത്ത് രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ രണ്ടുപേരും ശരിക്കും അമേസിംഗാ. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളെന്ന് അറിഞ്ഞിട്ടും അത്രയും പവർഫുൾ ആയിട്ടുള്ള അതിനെ തടയാൻ അവർ ശ്രമിക്കുന്നില്ലേ? അവരെ കൊണ്ട് അതിന് സാധിക്കുമോ എന്ന് ചിന്തിക്കുകയാണ് ഫാൻസിൽ. അവളുടെ അടുത്ത് എന്റെ സോഡ് എത്തുന്നത് വരെ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ സ്വയം ഇല്ലാതാക്കുന്ന ആ സ്പെൽ അത് ഞാൻ തടയും എന്ന് പറഞ്ഞ് അവൻ മുന്നിലോട്ട് പോകുന്ന സമയത്താണ് അവരുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ കത്തുന്നത്. ഓ നോ, ഇനിയും മുന്നോട്ട് പോയാൽ നമ്മൾ കരിഞ്ഞില്ലാതെയാവും. പെട്ടെന്നാണ് അവന്റെ ശരീരം മുഴുവനായിട്ടും കത്തുന്നത്. ഇല്ല, അത് ഫ്ലെയിം റിക്കവറി മാജിക് ഫീനിക്സ് റോബ് എന്ന് പറഞ്ഞ് മോറിസ് അവന്റെ റിക്കവറി മാജിക് യൂസ് ചെയ്യുന്നു. നീ റെഡിയാണോ? യെസ്, ഞാൻ തയ്യാറാ. ഞാനൊരു ബാർബിക്യൂ ആവാത്തടത്തോളം നേരം നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അവളുടെ അടുത്തെത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ആസ്ത മുന്നോട്ട് നടക്കുന്നു. ഈ പയ്യൻ, ഇവൻ ശരിക്കും അമേസിംഗാ. ആ ഡഞ്ചനില് ഇവനെ ഞാൻ കണ്ടതിന് ശേഷവും ഒരുപാട് പേരുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തോറ്റു കൊടുക്കുന്നത് മോശമായി കാണുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും ഇവൻ വളരെയധികം സ്ട്രേഞ്ച് ആണ്. ഇപ്പോഴും ഞാൻ ശത്രുവാണോ മിത്രമാണോ എന്ന് അവൻ അറിയില്ല. എന്നിട്ടും എന്നെ വിശ്വസിച്ച് അവൻ മുന്നിലോട്ട് പോകുന്നു. ക്ലോവർ കിണ്ടത്തിലെ പല മാജിക് നൈറ്റ്സിനോടും ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്ന ആളുകളെ സഹായിക്കാനും സംരക്ഷിക്കാനും ഇവൻ ചെയ്യുന്നത് പോലെ ആരും ചെയ്തു കാണില്ല. ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഇവൻ എനിക്ക് കാണിച്ചു തന്നു. ഇവനാണ് യഥാർത്ഥ മാജിക് നൈറ്റ് എന്ന് ചിന്തിച്ച് മോറിസും അവന്റെ കൂടെ തന്നെ നടക്കുന്നു. ഹേയ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? ഇത് വളരെയധികം പെയിൻഫുൾ ആണ്. പക്ഷെ അവളുടെ വേദനയായിട്ട് എനിക്കിത് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അന്ന് ഞാൻ ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അന്ന് അവൻ ഒരു കില്ലർ ടോയിയെ പോലെ ആയിരുന്നു. ഇത്രയധികം ഫീലിങ്സ് ഇവന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവന്റെ കയ്യിലെ പവേഴ്സും ഒരാളെ രക്ഷിക്കാനുള്ള ഫീലിങ്സും
ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി ഇവനെ മാറ്റുന്നു എന്ന ആസ്തയെ അവനെ പറ്റി ചിന്തിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുവാണ്. ഇല്ല, ഇനി സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കും. ഹേ ഗായ്സ്, ഇവിടെ നിന്നും മാറി നിൽക്ക് എന്ന് പറഞ്ഞ് തിരിയുന്ന ഫാൻസിൽ കാണുന്നത് തങ്ങളുടെ ഫ്രണ്ടിനെ വിശ്വസിച്ച് നെഞ്ചു മരിച്ച് നിൽക്കുന്ന ഫിൻഡറിനെയും നോയലിനെയും വെനസ്തേയുമാണ്. ഇത് കണ്ട് ഫാൻസിലിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. യെസ്, ഞാനും വിശ്വസിക്കും. എന്റെ സ്റ്റുഡൻസിനെ എനിക്കും വിശ്വാസമാണ്. നിങ്ങൾ പോകൂ, എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇതിനോടകം ഫാനയുടെ അടുത്തെത്തിയ ആസ്തയുടെയും മോറിസിന്റെയും വസ്ത്രങ്ങളെല്ലാം കരിഞ്ഞില്ലാതാവുന്നു. പെട്ടെന്നാണ് അവൾ പൊട്ടിത്തെറിക്കാനുള്ള സമയമാവുന്നത്. അവിടെയുള്ള ആ എനർജി ഒരുപാടധികം കൂടുന്നു. ഫാന എന്ന് പറഞ്ഞ് നിലവിളിക്കുവാണ് മോറിസ്. ഈ ശബ്ദം കാട്ടിലിരിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാം അവസാനിച്ചു, എല്ലാം ഞാൻ ഇല്ലാതാക്കും. ഇല്ല, ഒരിക്കലുമില്ല, ഇതങ്ങനെ അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആസ്ത ഒറ്റ വേട്ട വെട്ടുന്നു. സോ അവർ വിചാരിച്ച പോലെ അത് വർക്കാവുന്നു. എന്നാൽ അത്ര പെട്ടെന്നൊന്നും അത് അവസാനിപ്പിക്കാൻ ഫാന തയ്യാറായിരുന്നില്ല. ഇല്ല, എല്ലാം ഞാൻ ഇല്ലാതാക്കും, ഒരിക്കലും ഞങ്ങളുടെ ദേഷ്യം ഇല്ലാതാവില്ല എന്ന് പറഞ്ഞ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാന. പെട്ടെന്നാണ് മോറിസ് അവളുടെ അടുത്തോട്ട് ഓടുന്നത്. ഫാന, ഇത് ഞാനാ, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? എന്നോട് ക്ഷമിക്ക്, അന്ന് നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക്, എനിക്ക് തിരിച്ചു വേണം എന്ന് വിളിച്ചു പറയുവാണ് മോറിസ്. ഇത് കേട്ട് ഫാനയ്ക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. ഇവിടെ നിന്നും ഞാൻ പുറത്തു പോയാ നീ പുറത്തു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും ഫാന. ഇതിനെല്ലാം കാരണം അവനാ. നമ്മൾ എവിടെയാ ജീവിക്കുന്നതെന്ന് അവന് മാത്രമേ അറിയൂ. അവൻ തന്നെയാണ് നമ്മളെ ഒറ്റിക്കൊടുത്തത്. ഇതൊക്കെ ഓർമ്മ വന്ന ഫാന അവിടെ നിലവിളിക്കുന്നു. ഫാന, നമ്മൾ പുറം ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു, പക്ഷെ ഇപ്പോഴും ഒന്നും ആരംഭിച്ചിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ഈ ലോകം ചുറ്റിക്കാണുമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ? നമുക്ക് ഒരുമിച്ച് ഈ ലോകം കാണാൻ പോകാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് മോറിസ്. പെട്ടെന്നാണ് ആളി കത്തിക്കൊണ്ടിരുന്ന തീ അങ്ങ് അണയുന്നത്. അവളുടെ ആ കണ്ണ് അത് മാഞ്ഞു പോകുന്നു. എല്ലാം പഴയതുപോലെ ആകുന്നു. ശരിയാ, അതൊരു പ്രോമിസ് ആയിരുന്നു. നമുക്ക് പോകാം ഫാന, മോറിസ് എന്ന് പറഞ്ഞ് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ എല്ലാം മനോഹരമായി അവസാനിക്കുന്നു.